ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു അലൻ എക്സ്പ്ലെയിനർ. അപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മാർഷൽ എപ്പിസോഡ് 6 ആണ്. അപ്പോൾ അധികം മനസ്സിലാക്കാണെങ്കിൽ നേരെ വീഡിയോയിലോട്ട് പോകാം. കഴിഞ്ഞ എപ്പിസോഡ് അവിടെ നിന്നോ അവിടെ നിന്നാണ് പുതിയ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വേറെ എവിടെ നിന്നുമല്ല, സെൽവയും ബാരറ്റും ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. അപ്പൊ സെൽവ പറയും, നിനക്ക് തുടങ്ങിയ ആവേശമൊന്നും ഇപ്പൊ ഇല്ലല്ലോ, ഒരു കാര്യം ചെയ്യും, നമുക്ക് ബെറ്റ് ചെയ്യാം. ഞാൻ തോക്കുകയാണെങ്കിൽ എന്റെ സിൽവർ കോയിൻ നിനക്ക് തരാമെന്ന് പറയാം. പക്ഷെ ഒരു റൂൾ ഉണ്ട്, ഞാൻ എന്റെ മാജിക് യൂസ് ചെയ്തിട്ട് നിന്നെ 5 പ്രാവശ്യം ഹിറ്റ് ചെയ്യും. എന്നിട്ട് നിനക്കൊന്നും പറ്റില്ലെങ്കിൽ മാത്രം ഞാൻ അവളെ വെറുതെ വിടുന്നു പറയാണ് അവൻ. അപ്പൊ അവള് പറയും, എനിക്ക് വേണ്ടിയാണോ നീ ഇത്രയും ചെയ്യുന്നത്? അപ്പൊ സെൽവ ഒന്നുകൂടെ പറയും, നിനക്ക് മാത്രമല്ല ഈ റൂൾസ് നിന്റെ ഫ്രണ്ടിനോട് ബാധകമാണെന്ന് പറയാം. ബാരറ്റ് പറയും, നമ്മളെ പ്രശ്നത്തിന് എന്തിനാ അവനെ വെറുതെ വലിച്ചഴക്കുന്ന, അവന്റെ ഏറ്റവും ചേർത്ത് ഞാൻ വാങ്ങാന്ന് പറയാണ് 10 എണ്ണമായിട്ട്. അതിന് സെൽവന്റെ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. പക്ഷെ ഫസ്റ്റ് അറ്റാക്കിൽ തന്നെ ബാരറ്റിന്റെ ദേഹം മൊത്തം മുറിയുകയാണ്, അവന്റെ വായിക്കൂടെയൊക്കെ രക്തം വരികയാണ്. അങ്ങനെ സെൽവ ബാരറ്റിനെ നിർത്താതെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ അറ്റാക്ക് കൊള്ളും തോറും ബാരറ്റിന്റെ പവർ കുറഞ്ഞു വരികയാണ്. പക്ഷെ ബാരറ്റിന്റെ മനസ്സിൽ നേരത്തെ അവളെ കരഞ്ഞു പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ വന്ന് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ആ അറ്റാക്ക് വീണ്ടും കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. പരിധി കഴിയുമ്പോൾ സെൽവ വരെ പേടിച്ചോണ്ട് സിൽവർ കോയിൻ പോകുമെന്ന് പേടിച്ചിട്ട് അങ്ങനെ അവസാനം ബാരറ്റ് അവന്റെ 10 അറ്റാക്കും കൊള്ളുകയാണ്. കൊണ്ടിട്ട് അവൻ എണീറ്റ് വരികയാണ്. സിൽവർ കോയിൻ തന്നെ സെൽവ ഇപ്പൊ കൊടുക്കണോന്ന് പറഞ്ഞ് പേടിച്ച് നിൽക്കുമ്പോഴാണ് അവിടെ ബാരറ്റ് തലറങ്ങി വീഴുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത്ര അറ്റാക്ക് കൊണ്ടുപോകുന്നത് നീനെ പേടിപ്പിച്ച് കളഞ്ഞില്ലോടാന്ന് പറയാണ് സെൽവ ബാരറ്റിനോട്. അപ്പൊ ബാരറ്റ് മാർഷലിനോട് പറയുകയാണ്, എടാ നീ അവളെ കൊണ്ട് പെട്ടെന്ന് പൊക്കോ. അപ്പൊ തന്നെ സെൽവ അവനെ വീണ്ടും അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പൊ ആ പെണ്ണ് സെൽവന്റെ അടുത്ത് പോയി നിന്നിട്ട് പറയുകയാണ്, ഇവൻ വെറും പൊട്ടനാണ്, വെറും ഒരു പെണ്ണിന് വേണ്ടി ഇവ ഇത്രയൊക്കെ ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. അവിടെയാണ് ബാരറ്റ് മനസ്സിലാക്കുന്നത് അവൻ ചതിക്കപ്പെട്ടെന്ന്. അപ്പൊ സെൽവ പറയുകയാണ്, എന്തൊരു കഷ്ടോടാ, നീ രക്ഷിക്കാൻ നിന്ന പെണ്ണിന് എന്തിനു ചതിച്ചല്ലോടാന്ന് പറയാണ് അവൻ. നിന്റെ വിചാരം നീ ഭയങ്കര മെയിൻ ക്യാരക്ടർ എന്നല്ലേ, പക്ഷെ നീ തോറ്റു പോയല്ലോടാന്ന് പറയുകയാണ് സെൽവ അവനെ. സെൽവ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാർഷൽ അവന്റെ ക്രീം ബഫ് എടുത്ത് അവന്റെ വാക്കിയത്ത് നമുക്കിനി ഫൈറ്റ് ചെയ്യാം. അവിടുന്ന് കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്ന നാൻസിനെയാണ്. അപ്പൊ നാൻസ് അവിടെ പറയുകയാണ്, എനിക്ക് മാർഷലിനെ ഓർത്ത് നല്ല പേടിയുണ്ട്. അപ്പൊ ലെമൺ പറയാണ്, എന്തിനാ പേടിക്കുന്നത്, നമ്മളെ പ്രൊഫസറിനെയൊക്കെ അടിച്ചിട്ടാന്ന് പറയാണ് ലെമൺ. മാർഷൽ ഇതുവരെ വൈറ്റ് മേജേഴ്സിനോട് മാത്രമേ ഫൈറ്റ് ചെയ്തിട്ടുള്ളൂ, റെഡ് മേജേഴ്സിനോട് ഇതുവരെ ഫൈറ്റ് ചെയ്തിട്ടില്ല. അതും ഡബിൾ ലൈൻ ആയിട്ടുള്ള വിസാർട്സിനെ. റെഡ് മേജേഴ്സ് ഭയങ്കര സ്ട്രോങ് ആണ്, അവരെ വെറും പവർ കൊണ്ട് മാത്രം ജയിക്കാൻ പറ്റില്ല, ഐക്യു ലെവലും കുറച്ച് കൂടുതലാണെന്ന് പറയാണ് ലാൻസ് അവിടെ. അവിടുന്ന് കട്ട് ചെയ്ത് പിന്നെ പഴയ ഫൈറ്റ് നടക്കുന്ന സ്ഥലത്തോട്ട് കാണിക്കുകയാണ്. ബാരറ്റിനോട് പറയുകയാണ്, നിന്നെ കാണാൻ ഒരു വീക്കർ ലുക്കാണ്, പക്ഷെ നിന്റെ ഉള്ളിലിരിപ്പ് നീ ഒരു സ്ട്രോങ്ങർ എന്നാണ്, നിന്നെ പോലത്തെ കുറെ എണ്ണത്തിനെ റിയൽ വേൾഡിൽ കൊണ്ടുവരുന്നതാണ് എന്റെ ജോലി എന്ന് പറയുകയാണ്. ഇതൊന്നും പോരാതെ വീണ്ടും ബാരറ്റിനെ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ്. ബാരറ്റിന്റെ തലയെ പിടിച്ച് തൂക്കി തറയടിക്കാൻ മാഷൽ അവിടെ വരികയാണ്. പക്ഷേ അവിടെയും സെൽവ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. മാഷലിന്റെ മുഖത്ത് ചെറിയ മുറിവ് വരുത്തുകയാണ് സെൽവ. അങ്ങനെ സെൽവ മാഷലിനെയും നിർത്താതെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, എന്റെ ഫസ്റ്റ് ഇയറിൽ തന്നെ 2 ഗോൾഡ് കോയിൻ ഹോൾഡ് ചെയ്തവനാടാ ഞാൻ എന്ന് പറയാണ് സെൽവ. അങ്ങനെ സെൽവ അറ്റാക്ക് ചെയ്യുമ്പോൾ മാഷൽ ആ അറ്റാക്ക് അവന്റെ കൈ കൊണ്ട് നിർത്തുകയാണ്. എന്നിട്ട് പറയാണ്, ട്രൈസ് ഓഫ് എക്സ്പാൻഷൻ. എന്ത്, ആ മാജിക്കിനെ ഇതുവരെ കേട്ടില്ലെന്ന് സെൽവ പറയുകയാണ്. അതിനുശേഷം മാഷിൽ അവന്റെ അറ്റാക്ക് അല്ല അവന്റെ കൈ കൊണ്ട് തന്നെ സിംപിളായിട്ട് അടിച്ചു പൊടിച്ച് ആഞ്ഞൊരു പഞ്ച് കൊടുക്കുകയാണ്. ആ ഒരു പഞ്ചിന് തന്നെ സെൽവ തെറിച്ചു പോവുകയാണ്. സെൽവനെ നെട്ടിപ്പോവുകയാണ്. ഇത് ഒരിക്കലും നടക്കില്ല, ഫസ്റ്റ് ഇയറിലെ 2 ഗോൾഡ് കോയിൻസിനെ ഹോൾഡ് ചെയ്തതാണ്, ഇത് ഒരിക്കലും നടക്കില്ലെന്ന് പറയാണ് സെൽവ. അങ്ങനെ മാഷിൽ നിർത്താതെ വീണ്ടും ഒരു പഞ്ചും കൂടെ സെൽവയ്ക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു സ്ഥലത്ത് പോയി ശാന്തമായിട്ടിരിക്കുകയാണ്. ഇനി അവൻ എന്ത് ചെയ്യുന്നു പേടിച്ചിട്ട് സെൽവ മാഷിലിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മാഷിൽ പറയുകയാണ്, 2 അറ്റാക്ക് മാത്രമായിട്ടുള്ളൂ, ഇനി 8 എണ്ണം കൂടെ പെൻഡിങ് കൊണ്ടത് പറയാണ്. ഇനിയുള്ള 8 എണ്ണം കൂടെ കിട്ടിയ സെൽവ മരിക്കല്ലോ എന്ന് സെൽവന്റെ മനസ്സിൽ പറയുകയാണ്. അയ്യോ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്യണം, ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ചാവുന്ന സെൽവന്റെ മനസ്സിൽ പറയുകയാണ്. അപ്പൊ തന്നെ സെൽവ ഒരു വലിയ ശബ്ദം കേൾക്കുകയാണ്. അവിടെ ഒരു വലിയൊരു മോൺസ്റ്റർ വരെയാണ്, അത് തലയിൽ സ്റ്റാറുള്ള മോൺസ്റ്റർ ആണ്. സെൽവന്റെ മനസ്സിൽ പറയും, ഇവൻ ഈ മോൺസ്റ്ററായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയം നോക്കി എങ്ങനെയും രക്ഷപ്പെടാന്ന് പറയുകയാണ്. പക്ഷെ മാഷിൽ ഒറ്റ തട്ടിന് ആ മോൺസ്റ്ററിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. അത് കണ്ട് എല്ലാവരും നെട്ടയാണ്, യവൻ ആരാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ സെൽവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി മാഷിൽ വരികയാണ്. പക്ഷെ മാഷിൽ സെൽവനെ കണ്ടിട്ട് സഹതാപം തോന്നിയിട്ട് അവളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് അവളാകെ പേടിക്കുകയാണ്. അയ്യോ ഇനി എന്ത് ചെയ്യും പറഞ്ഞ പെണ്ണ് ആലോചിക്കുമ്പോഴാണ് അവൾ പെട്ടെന്ന് കരഞ്ഞോണ്ട് പറയുന്നത്, ഐ ആം സോ സോറി, അവൻ എന്നെ നിർബന്ധിച്ചത്ര ചെയ്യിപ്പിച്ചാണ്, ഞാൻ ശരിക്കും പാവമെന്ന് അവൾ പറയുക, എന്നെ വെറുതെ വിട്ടൂടെ, ഞാൻ ഒരു പെണ്ണല്ലേ എന്ന് പറയുകയാണ്. അത് കണ്ടോണ്ട് മാഷിൽ അവളെ പോയി ഹഗ് ചെയ്യുകയാണ്. അപ്പൊ അവൾ അവന്റെ മനസ്സിൽ പറയാണ്, എല്ലാ ആണുങ്ങളും ഒരുപോലെ തന്നെ, നോട്ട് ഫോർ യു സ്വീറ്റ് എന്നും പറഞ്ഞ് അവ അണ്ടർടേക്കറിന്റെ മനസ്സാലോചിച്ചുകൊണ്ട് അവളെ പിടിച്ച് തൂക്കിയെടുത്ത് തറയാണ്. ഞാനേ എല്ലാവരും ഒരുപോലെ ട്രീറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നിന്നെയും ഇങ്ങനെ ട്രീറ്റ് ചെയ്തതെന്ന് പറയുകയാണ് മാഷിൽ. അവിടെ നിന്ന് കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്ന മാഷിലെ ഫ്രണ്ട്സിനെയാണ്. അവിടെ ലെമൺ പറയാണ്, ഇത്രയും മുറിവ് പറ്റിയില്ലേ, നിനക്കൊന്നും പറ്റിയില്ലെന്ന് ചോദിക്കുകയാണ് മാഷലിനോട് അവൾ. എന്റെ അവിടെ നാൻസ് പറയാണ്, നിന്നെ പറഞ്ഞിട്ട് ഒട്ടും കാര്യമില്ല, കാര്യം നിന്റെ അടുത്ത് സെൽവെ ഫൈറ്റ് ചെയ്തെന്ന് പറഞ്ഞു, നീ അവനെ ഫൈറ്റ് ചെയ്ത് നീ അവനെ തോപ്പിക്കുകയും ചെയ്തു, അതും പോരാ ഒരു സ്റ്റാർ സ്കോർപ്പിയനെയും ഫൈറ്റ് ചെയ്തു, അതും സിമ്പിൾ ആയിട്ട്, നീ വേറെ ലെവലാണെന്ന് പറയാണ് മാഷൽ. മാഷലിന്റെ മനസ്സിലൊരു കാര്യം വന്നു പോവുകയാണ്, വേറെ ഒന്നുമല്ല, സെൽവ ബാരറ്റിനെ നീ ഒരു പൊട്ടനാണെന്ന് പറഞ്ഞ കാര്യമാണ്. അപ്പോഴാണ് ലെമൺ ബാരറ്റിനെ അടുത്ത് പോയി ചോദിക്കുന്നത്, നിന്റെ ദേഹത്ത് ഒരുപാട് മുറിവുകളുണ്ടല്ലോ, നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുകയാണ് ബാരറ്റിനോട്. അത് മതിയല്ലോ ബാരറ്റിന്, ബാരറ്റ് അതിൽ കിറങ്ങി പോവുകയാണ്. അപ്പൊ ലെമൺ വലിച്ചു പറയാണ്, ഇവനെ തലയ്ക്കാണ് അടി. ബാരറ്റ് മാഷലിനോട് പറയുകയാണ്, നിനക്ക്
നിനക്ക് ഞാൻ കാരണമല്ലോ ഇത്രയും പ്രശ്നം ഉണ്ടായത്, സോറി എന്ന് പറയുകയാണ്. അപ്പൊ മാഷിൽ പറയാണ് എനിക്ക് നിന്റെ സോറി ഒന്നും വേണ്ടെന്ന്. ഇത്രയും നാണം കെട്ടി ഞാൻ സോറി പറഞ്ഞതും പോലെ നിനക്ക് എടുക്കാനും വയ്യാൻ ചോദിക്കുകയാണ് ബാരറ്റ്. അപ്പൊ നാൻസ് അവിടെ പറയുകയാണ് ആക്ച്വലി അത് നിന്റെ തെറ്റല്ല, സെൽവ മാഷലിനെയാണ് ടാർഗറ്റ് ചെയ്തത്. ലോങ് ടേമിലുള്ള ഒരു മെയിൻ ജോലി തന്നെ മറ്റുള്ള പിള്ളേരുടെ സിൽവർ കോയിൻസ് എടുക്കാൻ. അതൊരു 7 പേര് അടങ്ങുന്ന ഒരു ടീമാണ്. അവരുടെ ഗ്യാങ്ങിന്റെ പേരാണ് മാഗിയ ലോപ്പസ് എന്ന് ലാൻസ് പറയും. അപ്പൊ മാഷിൽ പറയും ചെറുപ്പത്തിൽ ഞാൻ ഉണ്ടാക്കിയ ഗ്യാങ്സ്റ്ററുടെ പേരാണ് മാഗിയ ലോപ്പസ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മാഷിന്റെ പോക്കറ്റ് ഇരുന്ന് സ്റ്റാർ തിളങ്ങുന്നത്. അത് വേറൊന്നുമല്ല, അവന്റെ 5 സിൽവർ കോയിൻസ് ചേർന്നിട്ട് ഒരു ഗോൾഡ് കോയിൻ ആയതാണ്. അപ്പൊ ലാൻസ് പറയുകയാണ് നീ കുറച്ചൊന്ന് സൂക്ഷിച്ചേ പറ്റോളാം, കാരണം നീ ഒരു ആറ്റ്ലർ ആണ്, കാരണം നിന്റെ ഒരു ഗോൾഡ് കോയിൻ ഉണ്ടെന്ന് പറയണം. ആറ്റ്ലറോ എന്ന് പറഞ്ഞ മാഷിൽ ആലോചിക്കുമ്പോഴാണ് അവന്റെ ഫസ്റ്റ് ഡേ ആലോചിക്കുന്ന സ്കൂളിലത്തെ. അപ്പൊ ആ മിസ് പറയും നിങ്ങൾ ഈ കൊമ്പി ഒന്ന് തുറണം. അപ്പൊ ഈ കൊമ്പ് പറയും നിങ്ങൾ ഏതോ ടൈമിലാണ് സെലക്ട് ആവുന്നതെന്ന്. അപ്പൊ ഒരു സർഗം വന്ന് ആ കൊമ്പി തൊടും. അപ്പൊ ആ കൊമ്പ് അപ്പൊ തന്നെ പറയും ആറ്റ്ലർ, കാരണം നീ കുറെ പഠിക്കുന്നു, നീ ഒരിക്കലും നിന്റെ ശ്രമം കൈവിടാൻ പാടില്ല, കാര്യം നീ ഒരു ആറ്റ്ലർ ആണെന്ന് പറയാണ് ആ കൊമ്പ്. അങ്ങനെ മാഷിലെ ടണത്തുകയാണ്. മാഷിൽ ആ കൈ കൊണ്ട് ആ കൊമ്പി വെക്കുമ്പോഴാണ് ആ കൊമ്പിന് മാഷിന്റെ മനസ്സിൽ ക്രീം ബഫ് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാവുന്നത്. എന്താടാ യവന്റെ മനസ്സിൽ ക്രീം ബഫ് മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞ ആ കൊമ്പ് ഒന്നും കൂടെ അവന്റെ മനസ്സ് റീഡ് ചെയ്യാണ്. അപ്പൊ വീണ്ടും ക്രീം ബഫ് മാത്രം. എന്നിട്ട് ആ കൊമ്പ് അവിടെ നിന്നിട്ട് ക്രീം ബഫ് ഉണ്ടാക്കുക ഇൻഗ്രീഡിയൻസിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവസാനം കൊമ്പ് പറയാണ് ആറ്റ്ലർ ഡോം, അതാണ് നിനക്ക് പറ്റിയെന്ന് പറയാണ്. അവിടുത്തെ പിള്ളേരെല്ലാം അത് നിന്നെ ശരിയെന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് കട്ട് ചെയ്ത് പ്രസന്റ് കാണിക്കും. ആ ശരിയാ, ഞാൻ ആറ്റ്ലർ ഡോം ആണെന്ന് പറയാണ്. ലാൻസ് പറയാണ് ഇന്ത്യയിൽ ഇപ്പൊ ഒരു ഗോൾഡ് കോയിൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ ലോങ് ഡോമിന്റെ അടുത്ത് പോലും പോലെന്ന് പറയാണ്. കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്നത് തൊട്ടടുത്ത ദിവസമാണ്. തൊട്ടടുത്ത ദിവസം മാഷിൽ അവന്റെ ക്ലാസ് ചെയ്ത് പറഞ്ഞ് തപ്പി നടക്കുകയാണ്. അങ്ങനെ അവര് ക്ലാസ്സിന് മുമ്പിൽ നിന്നിട്ട് ഇത് തുറക്കണോ അതോ തള്ളണോ എന്ന കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് ഡോറിന് പിറകിൽ. അവിടെ നിന്ന് കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്നത് സെൽവ കരഞ്ഞോടൊരു കാര്യം പറയുന്നതാണ്. സെൽവ പറയാണ് എനിക്ക് ഒരു ചാൻസ് കൂടെ താ, ഇനി ഞാൻ ചെയ്യൂല, ഒരു ചാൻസ് കൂടെ തരാൻ പറയാണ്. അപ്പൊ ലീഡർ പറയാണ് ഇനി നിനക്ക് ചാൻസ് ഇല്ല, സാധാരണ ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റിനോട് നീ തോറ്റു വന്നിരിക്കണം, അതും ഒരു ആറ്റ്ലറിന്റെ അടുത്ത്, ഇനി നിനക്ക് ഒരു ചാൻസ് ഇല്ലെന്ന് പറയാണ് ലീഡർ. ബ്ലഡ് ലൈൻ മാത്രമായിരിക്കണം ബ്യൂറോ ഓഫ് മാജിക് ഭരിക്കാൻ വേണ്ടി എന്നും പറഞ്ഞ് അവനൊരു ഡോളാക്കി മാറ്റുകയാണ്. ഡോളായ സെൽവ തന്നെത്താൻ തന്നെ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. അവിടെ നോക്കിയാൽ മനസ്സിലാവും അവിടെ ഇഷ്ടംപോലെ ഡോൾ ഉണ്ട്, അതുപോലത്തെ ഡിവൈൻ മിഷനറി അത് ഞാനായിരിക്കണം. എന്നാൽ ലീഡർ പറയാണ് ഊപ്സ് സോറി, ഞാൻ ഈ ഡോർ പൊട്ടിച്ചോന്ന് ചോദിക്കുകയാണ് മാഷിൽ. അവിടെ അല്ല നീ ആ ഡോളിനോടാണ് സംസാരിച്ചോണ്ടിരിക്കണേന്ന് ചോദിക്കുകയാണ് മാഷിൽ. അവിടെ വെച്ച് എപ്പിസോഡ് 6 അവസാനിക്കുക. ഇനിയൊന്നും പറയാനില്ല, മാഷിൽ എനിമിനെ നേരെ ചെന്ന് കയറി കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് നടക്കാം, എന്തൊക്കെ പറഞ്ഞാലും അടുത്ത എപ്പിസോഡ് വേറെ ലെവലായിരിക്കും. ലാൻസ് മാഷിനോട് പിറ്റേന്ന് പറഞ്ഞാണ് ലോങ് ടേമിന്റെ അടുത്തോലും പോകരുതെന്ന്. തൊട്ടൊരു ദിവസം അവൻ ലോങ് ടേമിന്റെ അടുത്ത് നിൽപ്പുണ്ട്. അടുത്ത എപ്പിസോഡിൽ ചിലപ്പോൾ മാഷിൽ അവരെ ഇടിച്ച് കൊല്ലും, അതുമില്ലെങ്കിൽ മാഷിൽ ജയിക്കും. അടുത്ത എപ്പിസോഡിൽ കാണാം ഇതിൽ ആരും. ഇനി വെറും 5 എപ്പിസോഡും കൂടെ ഉള്ളൂ, അത് തന്നെ മാഷിലെ സീസൺ 1 എൻഡ് ആവുന്നതായിരിക്കും. പേടിക്കേണ്ട, സീസൺ 2 ഉണ്ട്, അതും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഇതുവരെയുള്ള മാഷിലെ ജേർണി താഴെ കമന്റ് ചെയ്യേണ്ടതാണ് എന്ന് വെച്ചാൽ എന്റെ വീഡിയോയുടെ ഒപ്പീനിയൻ ആയിട്ട് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്ത് അറിയിക്കേണ്ടതാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം.